കർക്കിടക മാസം ആയതുകൊണ്ട് കുറച്ച് വെയിൽ വന്നപ്പോഴേ എനിക്ക് കുറച്ച് കൂടുതൽ പണികളൊന്നും ഉണ്ടായിരുന്നു കേട്ടോ. വെയിലത്ത് ചെയ്യേണ്ട പണികൾ വെയിലത്ത് തന്നെ ചെയ്യണ്ടേ, മഴ ആകുമ്പോൾ പിന്നെ ആ വക പണികളൊന്നും നടക്കില്ല. അപ്പം ഞാൻ ഇന്ന് ഒന്നും ആക്കില്ല കേട്ടോ. അടുക്കളയിൽ ഇന്ന് ഇത്തിരി പണികൾ കുറച്ചുകൊണ്ട് ഞാൻ ഇന്ന് വേറെയുള്ള പണികൾക്കൊക്കെ നിന്നു. എല്ലാ ദിവസവും അടുക്കളപ്പണി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ വക പണികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വൈക്കാവട്ടെ. കല്ല് വെരിക്കോസ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ പണികളും ഒന്നിച്ച് ചെയ്യുമ്പോൾ ഭയങ്കര കടച്ചിലായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഈ വക പണികളൊക്കെ ചെയ്യാറ്. ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇത് ഇന്നലത്തെ വ്ളോഗാണ്. അപ്പോൾ ഇന്നലെ ചൊവ്വാഴ്ച ആയിരുന്നില്ലേ, സ്കൂളിലെ ദിവസം കൂടിയാണ്. ഇക്കാക്കാണെന്നുണ്ടെങ്കിൽ പണിയൊന്നും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നേരത്തെ തന്നെ ഓത്തു നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളയിലോട്ട് എത്തി. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ തട്ടം ഒരു 1.5 കെട്ടിയും കൊണ്ട് നമ്മുടെ അടുക്കള പണിയാണ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ കുടിക്കാനുള്ള വെള്ളം വെക്കാണ് കേട്ടോ. എല്ലാവരും എണീറ്റുണ്ടെങ്കിൽ ചായക്ക് വെള്ളമാണ് വെക്കല്. ഇവിടെ കുടിക്കാനുള്ള വെള്ളമാണ് വെക്കല്. ഇവിടെ പിന്നെ രാവിലെ ചായ അങ്ങനെ കുടിക്കാറില്ല, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഷിബിലിമോനെ ആദ്യം തന്നെ വിളിച്ചോണത്താട്ടെ. കിടക്കുമ്പോഴേ നേരാവട്ടെ ഇപ്പം പഠിപ്പും ഒക്കെ കഴിയുമ്പോഴേക്കെ. പിന്നെ അവനെ വിളിച്ചോണത്തിയതിന് ശേഷം ഫിനിമോളെ വിളിച്ചോണത്താൻ വേണ്ടി വന്നാട്ടെ. അവളും തന്നെ നല്ല ഉറക്കാണ് കേട്ടോ. അവളാണെന്നുണ്ടെങ്കിൽ എല്ലാവരേക്കാളും നേരത്തെ തന്നെ ഉറങ്ങും. എന്നാലും വേണം ഞാൻ വിളിച്ചോണത്തിട്ടെ, എന്നാലും അവൾ പെട്ടെന്ന് തന്നെ എണീറ്റ് വരും കേട്ടോ. അങ്ങനത്തെ അവരെ വിളിച്ചോണത്തിന് ശേഷം കറിക്കുള്ളത് റെഡിയാക്കണം. അപ്പോൾ ഇസ്റ്റു കറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ 2-3 പൊട്ടാറ്റയും അതുപോലെ തന്നെ 2 ഉള്ളിയും 2 പച്ചമുളകൊക്കെ ഇട്ടിട്ട് പൊട്ടാറ്റോ കറിയാണ് വെക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു ഇത്തിരി ഉപ്പും പിന്നെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊണ്ട് കറി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇന്ന് കടി പൂരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പൂരിക്ക് നല്ല കോമ്പിനേഷൻ അല്ലേ ഇസ്റ്റു കറി. അപ്പോൾ ഇത് ഇന്ന് അങ്ങനെ ആക്കാമെന്ന് വെച്ചു. അങ്ങനത്തെ അത് ഈസിയാക്കുമ്പോൾ അങ്ങോട്ടാണ് റെഡിയാക്കാൻ വേണ്ടി വെക്കട്ടോ. അപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുക്കറിന് എപ്പോഴും ഉള്ളതല്ലേ, അതിൻ്റെ സ്ക്രൂ ഇങ്ങനെ ലൂസായിക്കൊണ്ടിരിക്കും. ഞാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടൈറ്റാക്കും ചെയ്യും എപ്പോഴും അതിനങ്ങനെയുള്ളൊരു കളിയാട്ടോ. അങ്ങനെ അതവിടെ വെച്ചുകൊണ്ടത്. പിന്നെ ഇസ്റ്റു കറിക്ക് തേങ്ങ ചിരകാണ് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ എടുത്തിട്ടാണ് ഇസ്റ്റു കറി വെക്കുന്നത്. അങ്ങനത് അതിൻ്റെ ഇടയിലൂടെയാണെന്നുണ്ടെങ്കിൽ ഫിനിമോൾ എണീറ്റ് വന്ന് അവളും ബ്രഷ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കാണെന്നുണ്ടെങ്കിൽ കുടിക്കാൻ വെച്ച വെള്ളമില്ല, അതാണെന്നുണ്ടെങ്കിൽ നല്ലോണം തിളച്ച് മറിയുന്നുണ്ടായിരുന്നു. പിന്നെ അതൊന്നാണ്ട് കൗണ്ടർ ടോപ്പിൽ അങ്ങോട്ടാണ് മാറ്റി വെച്ചതിന് ശേഷം ഷിബിലിമോൾക്ക് കൊണ്ടുപോകാനുള്ള വെള്ളം ചൂടാറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവനക്കുള്ളത് ആദ്യം തന്നെ ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുകയാണ്. നമുക്ക് പിന്നെ ആക്കത്തിലായാലും മതി, നമുക്ക് പിന്നെ ജഗ്ഗിൽ എപ്പോഴും ചൂടാറി വെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇതിൽ നിന്നിങ്ങനെ ഒഴിച്ച് വെക്കാറാണ്. അപ്പോഴേക്കത് ഫിനിമോൾ എല്ലാം റെഡിയായി കഴിഞ്ഞതിന് ശേഷം അവൾ വന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് പോകണം, അടുത്ത വണ്ടി സ്റ്റാർട്ടാക്കുമ്പോഴേക്കും അവൾക്ക് അവിടെ എത്തിണ്ട അതിൻ്റെ ഉള്ള തയ്യാറെടുപ്പിലാട്ടോ അവൾ. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഞാൻ അവളെ ആ റോട്ടിലേക്കൊന്ന് ആക്കി കൊടുക്കുകയും ചെയ്യുകയാണേ. വെളിച്ചം വെക്കുന്നതേ ഉള്ളൂ കേട്ടോ. 6:30ക്കാണ് മദ്രസയിൽ ബെല്ലടിക്കുക. ഇവർ ഇവിടുന്ന് പോകുന്നത് ഒരു 6:10 ആകുമ്പോൾ ഫിനിമോൾ പോകട്ടെ. ഷിബിലിമോന് പിന്നെ 6:25 ആവട്ടെ അവൻ്റെ ഒക്കെ കഴിയുമ്പോഴേക്കും. അപ്പോഴേക്കും കുക്കറും വിസിലടിച്ച് പിന്നെ ബാക്കിയുള്ള തേങ്ങ ചിരണ്ടി മുഴുവനായിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതും കൂടി ഒന്ന് ചിരകിയെടുത്തു. അപ്പോൾ ഞാൻ സാധാരണ ഉണ്ടാക്കുന്നതിലല്ല കേട്ടോ ഇന്ന് ഞാൻ പിന്നെ ഇസ്റ്റു കറി ഉണ്ടാക്കുന്നത്. ഇന്ന് പിന്നെ തേങ്ങാപ്പാലൊക്കെ ചേർത്തുകൊണ്ടാണ് ഉണ്ടാക്കാമെന്ന് വെച്ചു. അങ്ങനത്തെ അതിൻ്റെ ഇടയിലൂടെ നമ്മളെ ഇസ്റ്റു കറി നല്ലോണം വിസിലടിച്ച് വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈസിയൊക്കെ ഏതായാലും ഒഴിവാവല്ല. അപ്പോൾ പൂരിക്കുള്ള വെള്ളം വെക്കാണ്. ഒരു ഇത്തിരി ഉപ്പിട്ടുകൊണ്ട് അത്യാവശ്യത്തിന് വെള്ളം ഇട്ടുകൊണ്ട് അതൊന്നാണ്ട് മാറ്റി വെച്ചു. അപ്പോൾ ഇന്ന് പൂരിയാണ് ഉണ്ടാക്കുന്നത് പറഞ്ഞപ്പോഴേ ഫിനിമോൾ ഷിബിലിമോനെ പറഞ്ഞതായിരുന്നു കേട്ടോ, സ്കൂൾക്ക് പൂരി മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് ഏതായാലും പിന്നെ ആ വക പണി ഫ്രീ ആയി കിട്ടുകയും ചെയ്തിട്ട് കുറച്ച് ചോറുണ്ടായിരുന്നേനു. അപ്പോൾ പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ആദ്യം മതിയെന്ന് വെച്ചു. ഇക്കാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ട് ഒപ്പിക്കാമെന്ന് വെച്ചു. പിന്നീടാണെന്നുണ്ടെങ്കിൽ നമുക്കിന്ന് കുറച്ച് എക്സ്ട്രാ പണികളുണ്ട്. അത്യാവശ്യം വെയിലൊക്കെ ഉള്ളതല്ലേ, കർക്കിടക മാസമല്ലേ. അപ്പോൾ പിന്നെ വെയിലൊക്കെ കണ്ടപ്പോൾ വേറെ പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ പണികളും കൊണ്ട് എന്നെക്കൊണ്ട് എടുക്കാൻ രാവിലെ കഴിയുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കാലിൽ വെരിക്കോസ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല വേദന ആയിരിക്കും കേട്ടോ രാവിലത്തെ പണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെയെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ പോയിട്ട് റെസ്റ്റ് എടുക്കും. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ തട്ടിമുട്ടിയാണ്ട് രാവിലത്തെ പണികളൊക്കെ കണ്ട് ഒപ്പിക്കും എന്നാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിലായിട്ട് അങ്ങനെയുള്ള പണികളൊക്കെ നടക്കുള്ളൂ. പിന്നെ ഒരിത്തിരി വെളിച്ചെണ്ണയിൽ കടുകൊക്കെ ഒന്നാണ്ട് പൊട്ടിയൊടിച്ച് തേങ്ങാപ്പാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം ആ കടുക് പൊട്ടിച്ചെടുത്തില്ലേ അതൊന്ന് അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തു. അപ്പോൾ കറി ആയതിന് ശേഷമായിട്ട് നമ്മൾ ഷിബിലിമോന് മദ്രസയ്ക്ക് പോകുന്നത്. ഇപ്പോൾ പിന്നെ ബുക്കിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, നബിദിന പരിപാടികളിൽ ഇങ്ങനെ പ്രാക്ടീസ് തുടങ്ങിയല്ലേ. അപ്പോൾ അവരിത് അങ്ങനെ പോയി. അതിന് ശേഷം ഞാൻ പൂരിക്കുള്ള കുറച്ച് മൈദമാവും കുറച്ച് ചപ്പാത്തിപ്പൊടി ഒരു ഇത്തിരി റവയും അതുപോലെ തന്നെ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുത്താട്ടെ ഈ കാണുന്നത്. എന്നിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു. അതിന് ശേഷമാണ് കേട്ടോ ഈ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്.
ഞാൻ എപ്പോഴും ഇങ്ങനെയിട്ട് ഉണ്ടാക്കാറ്. നിങ്ങൾ എൻ്റെ ചാനലിൽ തന്നെ കണ്ടിട്ടുണ്ടാവും പൂരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ എണ്ണ പിടിക്കൂല കേട്ടോ. റവ ചേർത്ത കാരണം കൊണ്ടാണ് കൂടുതൽ എണ്ണ പിടിക്കാത്തത്. ഞാൻ എപ്പോഴാണെന്നുണ്ടെങ്കിൽ പൊരിക്കടി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 സ്പൂൺ റവ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ പിന്നെ കൂടുതൽ എണ്ണ പിടിക്കൂല. അങ്ങനെ ചെറിയ ചെറിയ ബൗൾസുകളൊക്കെ ആക്കി കൊടുത്തു. അപ്പോൾ എന്നും വട്ടത്തിലുള്ള പൂരിയെല്ലാം ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്ത് ഒന്നുകൊണ്ട് പ്രസ് ചെയ്തതിന് ശേഷം ഇത് കത്തിക്കൊണ്ട് ഇങ്ങനെ 4 ബാറാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സമൂസൻ്റെ ഒരു ആകൃതി കിട്ടും ചെയ്യും. ഇത് ചപ്പാത്തി പരത്തും പോലെ ഇങ്ങനെ പരത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വലുതായി കിട്ടുമല്ലേ. ഞാൻ പിന്നെ അങ്ങനെ പരത്താനൊന്നും നിന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇക്കാക്ക് പോകണം. അപ്പോൾ പിന്നെ ധൃതിയുള്ള ടൈമല്ലേ. അപ്പോൾ അങ്ങനെ പരത്താൻ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈമാവും. ഇക്കണെന്നുണ്ടെങ്കിൽ 7 മണിയാകുമ്പോഴേക്കും ഇക്ക പോട്ടെ. അപ്പോഴേക്ക് പിന്നെ ആവണ്ടേ. പിന്നെ ഇക്കാക്ക് വേറെ എന്തെങ്കിലും കടി ഉണ്ടാക്കണം. അപ്പോൾ ഏതായാലും ഇത് ഉണ്ടാക്കിയാലേ ഇക്കാക്ക് ആ ചൂടോടെ തന്നെ കൊടുക്കാമെന്ന് വെച്ചിട്ട് ഇത് തന്നെ ആക്കിയതാണ് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ദോശ ആക്കിയാലെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ കൂടിയാണ് കേട്ടോ ഇത്. അങ്ങനത്തെ പിന്നെ പ്രസ് ചെയ്യലും കട്ട് ചെയ്യലും ഒക്കെ കഴിഞ്ഞു. ഇത് സമൂസൻ്റെ ആകൃതിയിൽ തന്നെ എല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ ജീരകം ഇട്ടുകൊണ്ട് ചെറിയ ചെറിയ ഡോട്ടുകളൊക്കെ ഉണ്ടല്ലേ പൂരിമേ. പിന്നെ ഇക്കാക്ക് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വൈകുന്നേരം അല്ലേ കൊടുക്കുക. അപ്പോൾ എങ്ങനെയായാലും ഈ ടേസ്റ്റ് കിട്ടില്ലല്ലോ. ഇതൊക്കെ ഇങ്ങനെ ചൂടോടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ. അങ്ങനെ അത് കണ്ടില്ലേ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. പത്തിരി പ്രശ്നം പരത്തിയോണ്ട് കുറച്ച് വലിപ്പം കുറഞ്ഞല്ലേ. എന്നാലും കുഴപ്പമില്ല, നമ്മൾക്ക് തിന്നാനല്ലേ. അപ്പോൾ പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പൂരി ഉണ്ടാക്കിയാലൊന്നും നന്നാവില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ ഞാനിത് ഉണ്ടാക്കാൻ നിന്നപ്പോഴേക്കും തുടങ്ങി കേട്ടോ. ഇക്ക അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. കാരണം ഇക്കാക്ക് പോകാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് 2-3 ആയപ്പോഴേക്കും ഇക്ക എടുത്ത് കഴിക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഇക്കാക്കും ചായ കൊടുത്തു. അങ്ങനെ ഇക്കാൻ്റെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് ഇക്കാൻ അപ്പോഴത്തേനും നമ്മുടെ അടുത്ത വീട്ടിലേക്ക് കാത്തു നിൽക്കായിരുന്നു കേട്ടോ. അടുത്ത വീട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ തോളിലാണെന്നുണ്ടെങ്കിൽ കൈക്കോട്ടും വെച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന എന്താ പറയുക, നമ്മൾ 4ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് കേട്ടോ ഒരു കവിത. തോളത്തോരോ തൂമ്പയുമായി തൊഴിലാളികളാ വഴി പോകുമ്പോൾ അങ്ങനെയുള്ളൊരു കവിത ഉണ്ടായിരുന്നു കേട്ടോ. അതെങ്ങനെ ഓർമ്മ വരികയാണ് കേട്ടോ എനിക്ക്. നമ്മളെ ചാനൽ പുതുതായിട്ട് കാണുന്നവർ വിചാരിക്കും എന്ത് പണിക്കാണ് പോകുന്നത് കേട്ടോ. കൂലിപ്പണി കേട്ടോ, സാധാരണ കൂലിപ്പണിയിലെ തേപ്പ് പടവ് അതിനൊക്കെയാണ് കേട്ടോ ഇക്ക പോകുന്നത്. പിന്നെ ഇടക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ വല്ല പണികളൊക്കെ കിട്ടി അതിനും പോകും. ഇടക്കാണെന്നുണ്ടെങ്കിൽ ബിരിയാണി പണി കിട്ടി അതിനും പോകട്ടെ. എല്ലാ പണികളും നമ്മൾ ഇക്കും അടുത്ത വീട്ടിലെ ഇക്കും കൂടി തന്നെ കേട്ടോ പോവാറ്. അങ്ങനത്തെ പൂരുണ്ടാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഷിബിലിമോൻക്കുള്ള റെഡിയാക്കാണ് കേട്ടോ. ആ സ്പോട്ടിൽ തന്നെ ചൂടോടെ തന്നെ വെക്കണേ. എങ്ങനെയായാലും അവന് കഴിക്കുമ്പോഴേക്കും അത് ചൂടാറും. എന്നാലും 2-3 എക്സ്ട്രാ വെച്ച് കൊടുക്കാണ്ട. കാരണം അവൻ്റെ കൂടെ കുട്ടികളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ആ പാത്രങ്ങളൊക്കെ നിറയെ വെച്ച് കൊടുത്തു. എൻ്റെ പൊന്നെ ഞാനൊന്ന് വോയിസ് ഇടാൻ വന്നപ്പോഴേക്കും എനിക്ക് ഉറക്കം വരട്ടെ. എനിക്ക് ഫോൺ ഒരു 5 മിനിറ്റിൽ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉറക്കം വരും കേട്ടോ. ഞാൻ എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി ഒപ്പിച്ചുകൊണ്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാറാണ് കേട്ടോ. ചിലപ്പോഴൊക്കെ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ വോയിസ് ഇടുന്നതിൻ്റെ ഇടയിൽ പിന്നെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്കും കിടക്കൂട്ടെ. എന്നാലേ പിന്നെ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യൽ അങ്ങോട്ടാണ് മുഴുവനാകും. അങ്ങനെ ആ എഡിറ്റ് ചെയ്യലൊക്കെ അവിടെ നിർത്തിയോണ്ട് പിന്നെ ഒരു 10 മിനിറ്റ് കിടക്കാൻ നോക്കൂട്ടെ. ഞാൻ ബെഡ്ഷീറ്റൊക്കെ റെഡിയാക്കാൻ നിൽക്കുമ്പോഴാട്ടെ നമ്മൾ ഷിബിലിമോന് പിന്നെ മദ്രസയിൽ നിന്ന് എത്തിയിട്ട് അവന് പിന്നെ കട്ടുമ്മക്കണ്ടിട്ട് ക്ഷീണം മാറ്റേണ്ട ഓരോന്ന് അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അത് അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ ചായ കുടിക്കുന്നുണ്ട്. ഞാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അടിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വക പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് പണികൾ നമുക്ക് എക്സ്ട്രാ തന്നുണ്ട് കേട്ടോ. ഏതായാലും നല്ല വെയിലുണ്ടല്ലോ. അപ്പോൾ കുറച്ച് അരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം കഴുകി ഉണക്കാന്നൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ. ഇന്ന് പിന്നെ ബാക്കിയുള്ള വെച്ചുണ്ടാക്കലൊന്നും നിൽക്കാഞ്ഞത് ഉള്ള ചോറൊക്കെ മതിയെന്ന് വെച്ചു. അങ്ങനത്തെ അടിച്ചു വരുന്നതിൻ്റെ ഇടയിൽ ഷിബിലിമോനാണെന്നുണ്ടെങ്കിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവർക്ക് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നൊന്ന് കെട്ടിപ്പിടിച്ചൊക്കെ ഒന്ന് വേണം കേട്ടോ. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അവനക്ക് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ ഞാൻ എൻ്റെ അനുഗ്രഹം വാങ്ങിയിട്ട് അവന് പോകുള്ളൂ. അങ്ങനെ ഓരോ തമാശ പറഞ്ഞിട്ട് ഓരോ വടിയെടുത്തിട്ട് ഓരോന്ന് പറഞ്ഞാട്ടെ ഈ കാണുന്നത് അങ്ങനെ അവനാണ്ട് പോയി. ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുക്കള പണി അങ്ങനെ എടുത്തു കേട്ടോ. അപ്പോൾ അത് അടിച്ചു വാല്ല അങ്ങനെ മുഴുവനായി. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോസിൽ പിന്നെ വീഡിയോ വോയിസ് ഇടുമ്പോൾ ഓരോരോ സൗണ്ടുകളൊക്കെ ഉണ്ടാവും കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളെ ഫിനിമോൾ നമ്മുടെ വീട്ടിലുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ വോയിസ് ഇടുന്നുണ്ട്, അവളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓരോന്ന് പറയുന്നു, അവരുടെ പണികൾ അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഓരോരോ സൗണ്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് ക്ഷമിക്കണേ. പിന്നെ അത് നമ്മളെ ഫിനിമോൾ അപ്പോഴേക്കും മദർസ് വിട്ട് വന്ന് അവൾക്കുള്ള ചായ കുടിക്കട്ടെ. അവളും പറയുന്നത് പിന്നെ ഭൂരി കണ്ടപ്പോൾ ഒന്ന് ഭൂരി മതി എന്നായിരുന്നു കേട്ടോ. അവൾ പിന്നെ നേരത്തെ പറഞ്ഞതായിരുന്നു 2 പേരും. അങ്ങനത്തെ അവൾക്കുള്ളത് ആക്കി കൊടുത്ത് അവളുടെ ഡ്രസ്സ് ചെയ്യലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവളെ കൊണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോവാണേ.
പിന്നെ അവൾ അങ്ങനെ പോയി വന്നതിന് ശേഷം മുറ്റടിച്ച് വരാം കേട്ടോ. അപ്പം മുറ്റടിച്ച് വരാൻ വേണ്ടി ഇറങ്ങിയപ്പോട്ടാ ഫിനിമോൾ മദ്രസ ഇട്ട് വന്നത്. അപ്പോൾ പിന്നെ ഏതായാലും അതൊന്ന് മുഴുവനാക്കിയതിന് ശേഷം വീണ്ടും അകത്തോട്ട് കയറിയിട്ട് ചായ ഒന്നും കുടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ആകെ വിശക്കുന്നുണ്ടായിരുന്നു. ഒരു ഗ്ലാസ് വെള്ളം രാവിലെ കുടിച്ചോണ്ടട്ടെ ഈ വക പണികളൊക്കെ എടുക്കുന്നത്. അവരാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ സമാധാനത്തിൽ കൊടുക്കല്ലോ. അങ്ങനെ കേട്ടോ ഞാൻ ചെയ്യാറ്. അധികം ഉമ്മമാരും സ്കൂളിലെ ദിവസം ഇങ്ങനെ ആയിരിക്കും അല്ലേ. പിന്നെ ഈ തെണ്ടതാ ഇന്ന് പിന്നെ ഏതായാലും വെള്ളമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് തുടച്ചെടുക്കാൻ ഞാൻ ഇടയ്ക്കിടെ ഇത് നല്ലോണം ഒന്ന് തുടച്ചെടുക്കാറാട്ടോ. മഴവെള്ളമാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇങ്ങനെ ചാടും ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് ഏതായാലും പിന്നെ അടുക്കളയിൽ കുറച്ച് പണികളല്ലേ ഉള്ളൂ. അപ്പോൾ നല്ലോണം ഒന്ന് വൃത്തിയാക്കിയിട്ട് തുണ്ടൊക്കെ ഒന്ന് തുടച്ചെടുക്കാമെന്ന് വെച്ചു. നമ്മുടെ പൈപ്പ് മോഡൽ പൈപ്പൊക്കെ കഴിക്കണം കേട്ടോ. അങ്ങനത്തെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനേ. മഴ അങ്ങനെ പെയ്യുമ്പോൾ അതിന്മേക്ക് ഇങ്ങനെ വെള്ളം തെറിക്കൂട്ടോ. അപ്പം അങ്ങനെ മണ്ണ് അങ്ങനെ ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഇത് നമ്മൾ കല്യാണത്തിന് പോയ ഡ്രസ്സുകളൊക്കെ ശരിക്കും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ശരിക്കും ഉണങ്ങാത്ത ഡ്രസ്സുകളൊക്കെ ഏതായാലും വെയിലും പിന്നെ കാറ്റൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് വീണ്ടും ഒന്ന് എടുത്തിട്ട് അതിന് ശേഷം ഇത് റേഷൻ കടയിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് പച്ചരി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വെച്ച് ഏതായാലും പൊടി കഴിഞ്ഞു തുടങ്ങിയിരുന്നു. അപ്പോൾ ഇതിന് മുമ്പ് നിങ്ങൾ തിണ്ടുമങ്ങനെ കണ്ടിരുന്നല്ലോ ഒരു ചാക്കിലാരി. അത് 2 ദിവസം മുന്നേ പൊടിച്ച് കൊണ്ടുവന്നു കേട്ടോ. ഇത് പിന്നെ വേറെ കഴുകിയെടുക്കാനുള്ളതായിരുന്നു. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വെച്ചോ. അപ്പോൾ ഇത് കഴുകി കഴിഞ്ഞതിന് ശേഷമാണ് ചായ കുടിക്കാനെന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഇതിൽ വെള്ളമൊക്കെ അങ്ങനെ പോയിട്ടുണ്ടാവുമല്ലോ. ഏതായാലും കർക്കിടക മാസം ആയതുകൊണ്ട് ഇപ്പോൾ പിന്നെ ഒരു വെയിലുണ്ടല്ലേ. കർക്കിടകത്തിൽ 10 വെയിൽ എങ്ങനെ ആയാലും ഉണ്ടാവുമല്ലോ. ഈ ടൈമിലായിരിക്കുമല്ലേ എല്ലാവരും ഉണക്കാനുള്ളതൊക്കെ അരിയായാലും ഗോതമ്പായാലും ഒക്കെ കഴുകി ഉണക്കുക. പിന്നെ എനിക്ക് ഒരു ഇത്തിരി ഗോതമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഒക്കെ ഇത് ഒന്ന് ക്ലീനാക്കി വാർപ്പിൻ്റെ മുകളിൽ തന്നെ ഇട്ട് കൊടുത്തു. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ചായ കുടിക്കുന്നത്. ചായ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ബോരിക്ക് വെള്ളം തന്നെ ആയിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ ഇടയ്ക്കേട്ട ചായ രാവിലെ ഉണ്ടാക്കാറുള്ളൂ. വൈകുന്നേരം പിന്നെ മസ്റ്റായിട്ട് ഉണ്ടാക്കും കേട്ടോ. രാവിലെ പിന്നെ ചായ ഉണ്ടാക്കിയില്ലെങ്കിലും ആരും ചോദിക്കൊന്നുമില്ല. വൈകുന്നേരം പിന്നെ കുറച്ച് എങ്ങനെ ആയാലും ഉണ്ടാക്കും കേട്ടോ. കണ്ടില്ല ഞങ്ങൾ ഒരുപാട് പാത്രങ്ങളേക്ക് അപ്പോഴേക്കും കഴുകാനുണ്ടായിരുന്നു കേട്ടോ. എന്താല്ലേ ഒരാൾ ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ ഇതാണല്ലേ അടുക്കളയത്തെ അവസ്ഥ. 2 ആളെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾ അടുക്കളയിൽ വെച്ചുണ്ടാക്കുക, മറ്റൊരാൾക്ക് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ എടുക്കുക അല്ലേ. ഒരാളാകുമ്പോൾ എന്തെല്ലാം പണികളാണ് നേരം വെളുത്ത എടുക്കേണ്ടത് അല്ലേ. പിന്നെ ഞാനത് കാല് നീട്ടി കുറച്ച് നേരം റെസ്റ്റൊക്കെ ഒന്ന് എടുത്തിട്ട് കാലിൻ്റെ വെരിക്കോസിൻ്റെ വേദന ഒന്ന് മാറാൻ വേണ്ടിയിട്ട് പിന്നെ ദഹൻ്റെ കുളിയും തുടക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള സീനാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ നമ്മളെ പിന്നെ പച്ചരിയിട്ട് വെച്ച കുപ്പി ഉണ്ടായിരുന്നില്ലേ, അതേതായാലും നല്ല വെയിലുണ്ടല്ലോ, അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.